എന്റെ ദൈവമേ, ഇയാളൊന്നും ചോദിക്കരുത്. ഹലോ, സമയം എന്തായി? സർ, നിങ്ങളോട് ചോദ്യം സമയം എന്തായി? ഇതിനേക്കാൾ ഉഗ്രം വാച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് സമയം നോക്കാൻ അറിയായിരുന്നെങ്കിൽ നിനക്ക് വാതറഞ്ഞ് സംസാരിച്ചുകൂടായോ? ഇന്ന് കുളമാകും. അല്ല പിന്നെ സാറ് വാതറഞ്ഞ് സംസാരിക്കില്ലേ? സാറേ സമയം ചോദിച്ചു സാറേ. ചേട്ടാ 10:10. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, എനിക്ക് ചെയ്തു വെക്കാം. 10:10 അല്ലെങ്കിൽ നിന്നോട് ഞാൻ ചോദിച്ചോടാ റാസ്കൽ. ഞാൻ ഈ സാറിനോടല്ലേ ചോദിച്ചത്? സാറേ, സാർ വാതറന്ന് പറ, സമയം എന്തായി പറ സാറേ. രഹസ്യം ചെവി പറഞ്ഞാൽ മതി. 10:10 ചെവി സമയം വാതറന്ന് പറ സാറേ. സമയം ചോദിച്ചു സാറേ. ബാധയാ സാറേ, പറഞ്ഞേക്ക്. പറഞ്ഞോ. സമയം ചോദിച്ചാൽ ഈ നാട്ടി അടിയാന്നോടെ. ഇനി സമയം 10:11. റാസ്കൽ, നീ എന്നെ പെണ്ണിന്റെ സ്വരത്തിൽ പറഞ്ഞ് കളിയാക്കുന്നോടാ. ഞാൻ ഫിറ്റല്ലടാ റാസ്കൽ, നീ എന്നെ കളിയാക്കുന്നോടാ. കളിയാക്കിയതല്ല, എന്റെ ഒറിജിനൽ സൗണ്ട് ആയത്. മമ്മൂട്ടിയുടെ ഗെറ്റപ്പും കുയിലിന്റെ സ്വരവും. കുയിലേ, ഇനി ആരും ശല്യപ്പെടുത്തല്ലേ. എവിടേക്കാ? ഒരു പള്ളിമൂല. പള്ളിമൂല. പൈസ എടുക്ക്. ഇവിടെ എവിടേക്കാന്ന് പറ. എങ്ങോട്ട്? ശൂന്യാകാശത്തിലേക്കാ. അതിന് റോക്കറ്റിൽ പോണം. ടിക്കറ്റ് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട് ഒരു ആംഗ്യ ഭാഷ. ഒന്ന് വാ തുറന്ന് പറമാഷേ. വാ തുറക്കില്ല. വാ തുറന്നാ കുയിൽനാദം. ഓ, അപ്പൊ അതാണ് കാര്യം. എന്നാ പിടിക്ക്. ടിക്കറ്റ്. സ്കൂൾ ഇറങ്ങാറുള്ള ഇറങ്ങി വന്നേ. പെട്ടെന്ന് ഇറങ്ങി വന്നേ. പെട്ടെന്ന് ഒരു ചേച്ചി ഇറങ്ങാണ്ടല്ലോ. ഉറങ്ങിയോ? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. പോട്ടെ മോനെ, സമയം എന്തായി? സമയം ഇതെന്ത് ഭ്രാന്താ? വീട്ടിൽ ചെന്ന് വിളിക്കണം. ഓരോരുത്തന്മാര് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. സ്കൂളിലെ പിയൂണിനോടാ നിങ്ങളൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്നത്. ഓർമ്മ വേണം. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ബെല്ലടിച്ചാലല്ലേ നീയൊക്കെ പുറത്തിറങ്ങും. കാണിച്ചു തരാറാ. എന്താ കുട്ടികളെ ഇത്? കുയിലും ഇല്ല, മയിലും ഇല്ല. എല്ലാരും ക്ലാസ്സിൽ പോകാൻ. ഇനി എന്നെ വട്ടപ്പേര് വിളിച്ച ഞാൻ ഇനി സ്കൂളിൽ വരില്ല മാഷെ. ടീച്ചർക്ക് കല്യാണമൊക്കെ എവിടെ മാഷെ? ഒന്നും ശരിയായില്ല. നന്നായി. അല്ല, വിഷമിക്കണ്ട, എല്ലാം ശരിയാവൂന്ന് പറയായിരുന്നു. അല്ല, ടീച്ചർക്ക് 1ാമത്തെ പീരീഡ് ഫ്രീ അല്ലയോ? ഓഫീസിലേക്ക് വന്നുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വല്ല കഥകളും പറഞ്ഞുകൊണ്ടിരിക്കാം. ഇല്ല മാഷെ, എനിക്ക് പിള്ളേരുടെ പേപ്പർ നോക്കാനുണ്ട്. പിള്ളേർക്ക് പരീക്ഷ എഴുതാൻ കണ്ട നേരം എന്തു മാഷേ. ടീച്ചറെ, ഹെഡ് മാഷോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഈ ബെല്ലിച്ചാരിയുള്ള ശൃംഗാരം വേണ്ടാന്ന്. അയ്യോ, ശൃംഗരിച്ചോണ്ട് നിന്നല്ല. ഞാൻ ടീച്ചറോട് കവർ ചെയ്ത പോർഷൻസിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. കുറെ നാളായി കവർ ചെയ്ത പോർഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. സമയമായി. ബെല്ലടിച്ചോ. മാഷിന് കവറേജ് ഉണ്ടോ എന്തോ. ശരി, ഭാരതത്തിന്റെ ദേശീയ മൃഗം. ഓക്കെ. ഭാരതത്തിന്റെ ദേശീയ പക്ഷി കുയിലോ? അതല്ല മാഷെ, ദേ കുയില്. എന്തായത് ഉണ്ണികൃഷ്ണ? ഇല്ലടാ അവിടെ. ഒപ്പിടണം സാർ. ക്ലാസ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമല്ലോ, കാണിച്ചു തരേ. സാറിനെ അല്ല മാഷേ. ഉണ്ണികൃഷ്ണ, ഇരിക്കടോ. എന്തായത് എന്റെ കല്യാണക്കാര്യമൊക്കെ? വല്ലതും നടക്കുവോ? നടക്കും. ഇവനെങ്ങനെ തെക്ക് വടക്ക് നടക്കും. കല്യാണം ആലോചിച്ച് അത്ര തന്നെ. ഈ കിളി പോലെ ശബ്ദം വെച്ച് ഇവൻ അങ്ങനെ പെണ്ണ് കിട്ടും. ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല പൗരുഷമുള്ള ശബ്ദമാ വേണ്ടത്. ഭാര്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാഷിന് അത്യാവശ്യം വേണ്ടത് സ്നഗ്ഗിയ. ഭാര്യ ഒന്ന് നോക്കിയാ മതി, അപ്പോഴേ മുള്ളിപ്പോവും. ആലോചന ഇല്ലാഞ്ഞിട്ടോ പെണ്ണില്ലാഞ്ഞിട്ടോ അല്ല പ്രശ്നം. അവിടെ ചെന്നാ ഇവന്റെ വായ തുറക്കേണ്ടി വരില്ലേ? ഈ ശബ്ദം എങ്ങാനും കേട്ടാ പിന്നെ അപ്പോഴേ തീരുമല്ല. അല്ല ഉണ്ണികൃഷ്ണ? അല്ല, ഇങ്ങനെ പോയാൽ എന്ന് പെണ്ണേട്ടാനാ? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ടീച്ചറെ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. 200 പെണ്ണ് കാണലിൽ നിന്നു കൊടുത്തതിന് ശേഷമല്ലേ ടീച്ചറിന് ഒരാളെ തരയായി കിട്ടിയത്. അത് ടീച്ചറിന്റെ കുഴപ്പാ. ഈ ഞായറാഴ്ച ഉണ്ണികൃഷ്ണന് വേണ്ടി ഞങ്ങൾ ഒരു പെണ്ണ് കാണാൻ പോണുണ്ട്.
ചില്ലറക്കാരനൊന്നുമല്ല അവന് വേണ്ടി പെണ്ണന്വേഷിക്കുന്നത്. ആയിരക്കണക്കിന് കേസുകൾ കസ്റ്റഡിയിലുള്ള പോസിറ്റീവ് മാരേജ് ബ്യൂറോ മാനേജിംഗ് ഡയറക്ടർ താമരക്കുളം ദ്രവ്യൻ. കോങ്കണ്ണ് ശ്രദ്ധിക്കാതിരുന്നാൽ സുന്ദരിയാണ്. പൊന്തിയ പല്ല് കമ്പിയിട്ട് താത്തിയാൽ ആദ്യ സുന്ദരിയാണ്. ചെവിട്ടിലൊരു ഇയർഫോൺ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ കേൾക്കുകയും ചെയ്യാം. പിന്നെന്തായി കുട്ടിക്ക് കുഴപ്പം? വിവാഹത്തിന് മുമ്പ് പ്രസവശേഷി തെളിയിച്ച കുട്ടി. ഗുഡ് ഗേൾ. ഇതെന്തിനാ രണ്ട് കെട്ടുകളാക്കുന്നേ? ഇത് നോർമൽ, ഇത് അബ്നോർമൽ. കുറ്റങ്ങളുടെയും കുറവുകളുടെയും മഹാസാഗരം. കാശാണെങ്കിൽ തീരെയില്ല. ഇതിൽ നിന്ന് വേണം ഉണ്ണികൃഷ്ണനെ പറ്റി ഒരെണ്ണത്തിന് തെരഞ്ഞെടുക്കാനായിട്ട്. എ ഹാൻഡിക്യാപ്ഡ് അബ്സരസ്. മിസ്സിസ് സുമംഗല, വയസ്സ് 28. ഞാൻ കണ്ടെത്തി മിസ്സിസ് ഉണ്ണികൃഷ്ണൻ, ഞാൻ കണ്ടെത്തി. ഹലോ മറിയാമ്മനേഴ്സ്, ഇത് ഞാനാ പപ്പൻ. ഡോക്കുമോ ചൂടാവല്ലേ ഡാർലിംഗ്. ചുണ്ടത്തെ ലിഫ്റ്റിക് ഇളകും. നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോകണ്ടേ? ബീച്ചിലും സിനിമയ്ക്കും ഐസ്ക്രീം പാർലറിലും. അതിനെന്താ, ഇപ്പോൾ ഡബിൾ സിമെന്റ് കാലമല്ലേ. ഒരെണ്ണം വീട്ടിനകത്ത് ഉപയോഗിക്കാം, മറ്റത് പുറത്തും. കലക്കി സൂപ്പർ. അയ്യേ, ഇത് പഴഞ്ചലാണ് കേട്ടാ. പുതിയ സ്റ്റോക്ക് ഒന്നുമില്ലേ? അത് കൊള്ളാം. എന്റെ അമ്മേ, മൊബൈൽ ഫോൺ ജോക്സാ. ഭയങ്കര തമാശ. കേക്കണോ? ഫേസ് കണ്ടിട്ട് നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അശ്ലീലൊന്നുമല്ല, ഞാൻ കേട്ടല്ലേ. തെറികെട്ടന്റെ ഫോൺ അടിച്ചു പോയാ അങ്ങനെ വരാൻ സാധ്യതയില്ല. സ്ഥിരം കേൾക്കണല്ലേ. നിനക്ക് നാണൂല്ലേടാ ഫോണിൽ കൂടി കണ്ണി കണ്ട പെമ്പിളരായിട്ട് ശൃംഗരിക്കാൻ ഒരു മൊബൈൽ ഫോൺ പൂവാലം വന്നേക്കണം. എന്താണ് ഇത്ര പുജ്ഞം? ഓർഡിനറി പൂവാലല്ല ഞങ്ങള്. വായി നോക്കണ്ട, വെയില് കൊള്ളണ്ട, കാത്തു നിൽക്കണ്ട, ആങ്ങളമാരെ പേടിക്കണ്ട, തല്ലി കൊള്ളേം വേണ്ട. ഫോൺ എടുത്തൊന്ന് കുത്തിയാ മതി, പെണ്ണുങ്ങൾ ഓടിയെത്തൂടാ 100 കണക്കിന്. സ്ലിം ബ്യൂട്ടി അല്ല, സിം ബ്യൂട്ടി. അതാണ് എന്റെ ഭാവി വധു. നീ കണ്ടോ, ജീവിതം മാറി മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി മോനെ. ഒടുക്കം നാട്ടുകാര് കൈവച്ച് നീ നിന്റെ റോമിംഗ് പോകാതെ നോക്കണം. പോടാവിടുന്ന്. നീ വന്ന കാര്യം പറ. നാളെ ഉണ്ണികൃഷ്ണൻ ഒരു പെണ്ണ് കാണാൻ പോവേണ്. നീ വേണം അവന്റെ തൊട്ടടുത്തിരിക്കാൻ. നീ ഒന്ന് ഇരുന്ന് തന്നാ മതി, ഈ കല്യാണം നടക്കും ഉറപ്പാ. അതെങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ കൂറ മുഖം കാണുമ്പോൾ ഇതിനേക്കാൾ എത്ര ഭേദമാണ് ഉണ്ണികൃഷ്ണൻ എന്ന് നമുക്ക് തോന്നും. നിന്നെപ്പോലുള്ള കരിസ്മാറ്റുകൾ ഒഴിവാക്കാനായി എത്ര വൃത്തികെട്ട ശബ്ദം സഹിക്കാൻ അവൾ തയ്യാറാവും. കരിക്കട്ടക്കൊപ്പം ഇരിക്കുമ്പോഴാണല്ലോ പിച്ചളയും സ്വർണമായി തോന്നുക. പോടതണ്ടി, അങ്ങനെ എന്നെ ആക്കിട്ടൂടെ കല്യാണം ഉണ്ടാക്കണ്ട. പോയ വിട്ടോ. അയ്യോ, ശാന്തിയുടെ മെസ്സേജ് ഒന്നാക്കണം. വായിക്കാൻ അറിയാൻ പാടില്ല. പൈസ പോയാലും കുഴപ്പമില്ല, തിരിച്ചു വിളിച്ചേക്കാം. ഹലോ, ഓട്ടോ ശാന്തി അല്ലേ? ഇത് ഞാനാ പപ്പൻ. ഡോക്കമോ. പപ്പേട്ടിനെ നേരിട്ട് കാണാൻ കൊതിയായിട്ട് മേല. നേരാണോ ശാന്തിക്കുട്ടി? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഈ ഞായറാഴ്ച ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാം. എത്തുമോ പപ്പേട്ട? എത്താൻ ഡാർലിംഗ്, ഞാൻ തീർച്ചയായിട്ടും എത്താം. ഉമ്മ. താങ്ക് യു. അതെ, അവരെത്തിയല്ലോ. നമസ്കാരം. വരൂ. നമസ്കാരം. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. വരുന്നു പറഞ്ഞിരുന്നു, പക്ഷെ വരില്ല എന്നാ കരുതി. പക്ഷെ വന്നു. വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ഏതുവരെ പഠിച്ചു? BCom ഫസ്റ്റ് ക്ലാസ്. ഓ, സ്കൂളിൽ ശിപായി ആണല്ലേ? ശിപായി ആണെങ്കിൽ എന്താ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ആരാ? ശിപായിമാരല്ലേ? കേട്ടിട്ടില്ലേ ശിപായി ലഹളാന്ന്? പിന്നെ പ്യൂൺ ആയതിന്റെ ഏറ്റവും വലിയ ഗുണം ഇൻകം ടാക്സ് കൊടുക്കണ്ട അല്ലേ? ഇൻകം ടാക്സ് കൊടുക്കാതെ ശമ്പളം പറ്റാൻ മുകേഷ് അംബാനിക്ക് പറ്റുമോ? അറ്റ്ലീസ്റ്റ് അനിൽ അംബാനിക്ക് പറ്റുമോ? രത്തൻ ടാറ്റയ്ക്ക് പറ്റുമോ? ജയ് ഗോയങ്കക്ക് പറ്റുമോ? അപ്പൊ അതൊന്നും പറയണ്ട, നമുക്ക് ചായയിലേക്ക് കിടക്കാം. ഉണ്ണീഷ്ടൻ എന്താണെന്നും മിണ്ടാത്തെ? ലജ്ജ കൊണ്ടാ. ആള് പൊതുവെ ഒരു ലജ്ജാവതന, അതുകൊണ്ട് ഇങ്ങനെ അല്ലേ? മാഷെ കൊളാക്കല്ലേ.
ഈശ്വര എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുതേ.